ഹലോ കൂട്ടുകാരെ, ട്രിഗ്നോമെട്രി 101 കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, റെസിപ്രോക്കൽ റിലേഷൻസ് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണേ. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയിലെ 3 ഐഡന്റിറ്റീസ് പഠിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. അത് ഫസ്റ്റ് ഐഡന്റിറ്റി. അടുത്ത ഐഡന്റിറ്റി 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. അടുത്തത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഐഡന്റിറ്റീസിന്റെ ഒക്കെ പ്രൂഫ് എന്ന് നോക്കാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. ഇൻ ട്രയാങ്കിൾ ABC, consider angle C. Then sin C equals to opposite side by hypotenuse. Opposite side is AB, hypotenuse is AC. Then cos C equals to adjacent side by hypotenuse. Adjacent side is BC by hypotenuse is AC. Sin square C is AB square by AC square plus cos square C is BC square by AC square. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണല്ലോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാലോ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ. ഇനി നമുക്ക് ബൈ പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ന്യൂസ് ഇസ് AC സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് ഇസ് AB സ്ക്വയർ പ്ലസ് ബേസ് ഇസ് BC സ്ക്വയർ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽസ് ടു AC സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽസ് ടു AC സ്ക്വയർ ബൈ AC സ്ക്വയർ. AC സ്ക്വയർ ബൈ AC സ്ക്വയർ ഈസ്, ഇത് രണ്ടും ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്നതിന്റെ പ്രൂഫ് കിട്ടിയല്ലോ നമുക്ക്. ഈ ഫസ്റ്റ് ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഐഡന്റിറ്റിയും തേർഡ് ഐഡന്റിറ്റിയും പ്രൂവ് ചെയ്യാം. അതായത് സെക്കൻഡ് ഐഡന്റിറ്റി 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. ഫസ്റ്റ് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. ഇതിലെ എല്ലാ ടേംസും സൈൻ സ്ക്വയർ തീറ്റ ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആവും, 1 എന്ന് കിട്ടും. പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽസ് ടു കോഡ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 by sin square theta. 1 by sin theta is cosec theta. അപ്പോൾ 1 by sin square theta is cosec square theta. പ്രൂഫ് ആയില്ലേ? 1 plus cot square theta equals to cosec square theta. ഇനി നമുക്ക് അടുത്ത ഐഡന്റിറ്റി നോക്കാം. tan square theta plus 1 equals to sec square theta. ഫസ്റ്റ് ഐഡന്റിറ്റി sin square theta plus cos square theta ഈക്വൽസ് ടു 1. സെക്കൻഡ് ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ ടേംസും സൈൻ സ്ക്വയർ തീറ്റ ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽസ് ടു ടാൻ തീറ്റ ആണല്ലോ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഈസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ക്യാൻസൽ ആവും. ആ 1 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഈക്വൽസ് ടു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ. 1 ബൈ കോസ് തീറ്റ ഈക്വൽസ് ടു സീക് തീറ്റ. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ ആകുമ്പോൾ സീക് സ്ക്വയർ തീറ്റ എന്നാവും. ഇപ്പൊ നമുക്ക് പ്രൂഫ് ആയല്ലോ, ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഐഡന്റിറ്റീസും നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം നോക്കാം. നമ്മുടെ 3 ഐഡന്റിറ്റീസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1, 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു
കൊസീക് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. സൈനും കോസും എപ്പോഴും ഒന്നിച്ചായിരിക്കുമല്ലോ, അതിൽ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. അത് കഴിഞ്ഞ് അടുത്ത ഐഡന്റിറ്റിയിലാണെങ്കിൽ നോക്കൂ, ഇവിടെ കോ ഇവിടെ കോ. ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ അത് അവിടെ സൈനിന്റെ കൂടെ പോയി. പിന്നെ 2 കോ ആണല്ലോ ഉള്ളത് നമ്മുടെ കയ്യിൽ, കോട്ടും കൊസീക്കും. അവർ രണ്ടുപേരും ഒന്നിച്ചാണ്. അപ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ കോട്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കൂടെ വരുന്ന ആള് കൊസീക്കാണ്. കോ അത് മനസ്സിൽ വെക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡന്റിറ്റി മറക്കാതെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ 2 എണ്ണമാണ് ആകെ ഉള്ളത്. അതും ഇക്വേഷന്റെ അപ്പുറത്ത് വരുന്നത് കൊസീക്ക്. അതിൽ സീക്ക് ഉണ്ട്, ഇവിടെ സീക്ക് ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പിന്നെ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ എന്ന് ഓർത്തിരിക്കാലോ. ഫസ്റ്റ് സൈനും കോസും ഒന്നിച്ചായിരിക്കും എന്ന് ആലോചിക്കുക. അടുത്തത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ അതിന്റെ RHSൽ വരുന്നത് കോ ആയിട്ടുള്ള ഒരു റേഷ്യോ തന്നെ ആയിരിക്കും. അത് ഇനി കൊസീക്ക് മാത്രമേ ഉള്ളൂ, അത് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് നമുക്ക് ടാൻ സ്ക്വയർ തീറ്റ ആണ്. സെക്കൻഡ് ഐഡന്റിറ്റിയിൽ കൊസീക്ക് ആയിരുന്നു, ഇവിടെ നമുക്ക് സീക്ക് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? കോ ഒന്നിച്ചാണ് വരുന്നത്. സീക്കുകൾ രണ്ടും RHSലാണ് വരുന്നത്. കോട്ട് അതിന്റെ കൂടെയാണ് വരുന്നത് കൊസീക്ക്. മനസ്സിലായില്ലേ? ടാനിന്റെ കൂടെ സീക്കാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ സൈനും കോസും ഒന്നിച്ച് 2 കോകൾ ഒന്നിച്ച് അത് കഴിഞ്ഞിട്ട് കൊസീക്കും സീക്കും RHSലാണ് വരുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. ഇത് നമുക്ക് വേറെ 2 രീതിയിലും കൂടെ എഴുതാൻ പറ്റുമല്ലോ. അതായത് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ അവിടെ നിർത്താം. ഈ കോസ് സ്ക്വയർ തീറ്റ RHSലോട്ട് പോയി കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാവുമല്ലോ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ ഇവിടെ നിർത്തി. സൈൻ സ്ക്വയർ തീറ്റ RHSലോട്ട് പോയി കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടുമല്ലോ. നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ളതാണ് ഇതെല്ലാം. അടുത്ത ഐഡന്റിറ്റിയിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്ന് എഴുതാലോ. അതുപോലെ തന്നെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽസ് ടു കോട്ട് സ്ക്വയർ തീറ്റ. മനസ്സിലായില്ലേ? ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. മനസ്സിലായോ? ഈ റിലേഷൻസ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഐഡന്റിറ്റീസ് ക്ലിയർ ആയില്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. അതിൽ സൈനും കോസും എപ്പോഴും ഒന്നിച്ച് 2 കോകൾ ഒന്നിച്ച് 2 സീക്കുകളും ആയിരിക്കും RHSൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവാലുവേറ്റ് 1/1 മൈനസ് കോസ് എക്സ് പ്ലസ് 1/1 പ്ലസ് കോസ് എക്സ്. ആദ്യം നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം അല്ലേ? അപ്പൊ അതിനായിട്ട് 1 into 1 plus cos x plus 1 into 1 minus cos x all divided by 1 minus cos x into 1 plus cos x. 1 into 1 plus cos x is 1 plus cos x plus 1 into 1 minus cos x is 1 minus cos x all divided by 1 minus cos x into 1 plus cos x equals to 1 plus 1 is 2 plus cos x minus cos x cancel ആയി പോകും. All divided by 1 minus cos x into 1 plus cos x a plus b into a minus b എന്ന ഫോമിലല്ലേ. അപ്പോൾ അത് a square minus b square എന്നാവും. അപ്പോൾ ഇവിടെ a is 1 square minus cos square x equals to 2/1 minus cos square x. സൈനും കോസൊക്കെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ. അത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്നായിരുന്നു അല്ലേ? അങ്ങനെ ആകുമ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 2/1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നതിന് പകരം നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം.
2/sin square തീറ്റ എന്നത് നമുക്ക് 2 ഇൻറ്റു 1/sin square തീറ്റ എന്ന് എഴുതാം. 1/sin തീറ്റ ഈസ് കൊസീക് തീറ്റ. അപ്പോൾ 1/sin square തീറ്റ ഈസ് കൊസീക് സ്ക്വയർ തീറ്റ. 2 ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ 1 + tan square a by 1 + cot square a. ഇത് രണ്ടും നമ്മളിപ്പോൾ പഠിച്ച ഐഡന്റിറ്റീസ് ആണ്. 1 + tan square a ഈസ് sec square a. 1 + cot square a ഈസ് cosec square a. ഈ ഇക്വേഷനിലോട്ട് അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 + tan square a by 1 + cot square a ഈക്വൽസ് ടു sec square a by cosec square a. ഇനി sec a ഈസ് 1/cos a. അതുപോലെ തന്നെ cosec a ഈസ് 1/sin a. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sec square a 1/cos a ആണെങ്കിൽ sec square a എന്ന് പറയുമ്പോൾ 1/cos square a all divided by cosec a is 1/sin a. cosec square a is 1/sin square a equals to 1/cos square a. റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. sin square a by 1 equals to sin square a by cos square a. sin a by cos a equals to tan a. അപ്പോൾ sin square a by cos square a is tan square a. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.